ആശുപത്രി വരാന്തയിലൂടെ വേഗം നടക്കുമ്പോഴാണ് കൊച്ചച്ഛൻ ആ വിളി കേട്ടത്. അച്ഛാ, ഈ റൂമിലേക്കൊന്ന് വരാമോ? തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കന്യാസ്ത്രീയായ നേഴ്സാണ്. കാര്യങ്ങൾ തിരക്കി ഒരു മനുഷ്യൻ ദിവസങ്ങളായി മരണക്കിടക്കയിലാണ്. ഞങ്ങൾ പല വൈദികരെയും അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുപോയെങ്കിലും അവരെയെല്ലാം അദ്ദേഹം ചീത്ത പറഞ്ഞ് തിരിച്ചയച്ചു. ഈശോയെക്കുറിച്ച് പറയുന്നത് അവൻ ഇഷ്ടമല്ല. പക്ഷേ അവൻ മരിക്കാൻ പോവുകയാണ്. അച്ഛൻ അവനെ ഒന്ന് സന്ദർശിക്കാമോ? വൈദികൻ മുറിക്കുള്ളിൽ പ്രവേശിച്ച് തന്നെ രോഗിക്ക് പരിചയപ്പെടുത്തി. ശാപവാക്കുകൾ കേൾക്കാനായിരുന്നു ആ കൊച്ചച്ഛൻ്റെ വിധി. എനിക്ക് താങ്കളോടൊന്നും സംസാരിക്കാനില്ല, പുറത്തു പോകൂ, അയാൾ ആക്രോശിച്ചു. ഒന്നും ഉരിയാടാതെ അച്ഛൻ പുറത്തിറങ്ങി വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. അച്ഛാ, വീണ്ടും ആ കന്യാസ്ത്രീ നേഴ്സിൻ്റെ വിളി. അച്ഛാ, ദയവായി ഒന്നുകൂടെ വരാമോ പ്ലീസ്? അദ്ദേഹത്തിന് എന്നിൽ നിന്നും യാതൊന്നും ആവശ്യമില്ല, അച്ഛൻ മറുപടി നൽകി. അച്ഛാ, ഒരിക്കൽ കൂടി അവനൊരവസരം, കന്യാസ്ത്രീ കെഞ്ചി. മനസ്സില്ലാ മനസ്സോടെ കൊച്ചച്ഛൻ തിരികെ നടന്നു. ഇനി എന്താണോ സംഭവിക്കുന്നത്? ദൈവമേ എന്ന ആത്മഗതത്തോടെ അച്ഛൻ മുറിക്കുള്ളിൽ വീണ്ടും പ്രവേശിച്ചു. ഞാൻ അങ്ങയെ കുമ്പസരിപ്പിക്കുന്നതിനോ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നതിനോ വന്നതല്ല. താങ്കളുടെ അടുത്തിരുന്ന് കുറച്ചു നേരം ദൈവകരുണയുടെ ജപമാല ചൊല്ലുവാൻ എന്നെ അനുവദിക്കാമോ? നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, എന്നെ അതൊന്നും ബാധിക്കില്ല, വൃദ്ധൻ മറുപടി നൽകി. കൊച്ചച്ഛൻ അയാളുടെ കിടക്കയിലിരുന്ന് ദൈവകരുണയുടെ ജപമാല ചൊല്ലുവാൻ ആരംഭിച്ചു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച്, പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പൊടുന്നനെ വൃദ്ധൻ അലറി, നിർത്തിക്കൊള്ളണം ദൈവകരുണ. ചാടി എണീറ്റ് കൊച്ചച്ഛൻ ചോദിച്ചു, എന്തു പറ്റി? എനിക്ക് കരുണ ലഭിക്കുകയില്ല, വൃദ്ധൻ മറുപടി നൽകി. അങ്ങനെ പറയാൻ കാരണം എന്താണ്? വൈദികൻ ആരാഞ്ഞു. അത് പറഞ്ഞിട്ട് തനിക്കെന്ത് കിട്ടാനാണ്? വൃദ്ധൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കരുണ തനിക്ക് ലഭിക്കുകയില്ല എന്ന വൃദ്ധൻ്റെ സംശയത്തിന് നിവാരണം നൽകാൻ വൈദികൻ തീരുമാനിച്ചു. കൊച്ചച്ഛൻ പിന്മാറുകയില്ലെന്ന് കണ്ടപ്പോൾ വൃദ്ധൻ തൻ്റെ ജീവിതകഥ ആ വൈദികന് മുമ്പിൽ തുറക്കാൻ തുടങ്ങി. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു റെയിൽവേ ഗേറ്റിൽ കാവൽക്കാരനായി ജോലി ചെയ്യുന്ന സമയം, ഒരു രാത്രി ഞാൻ അധികം മദ്യപിച്ചിരുന്നതിനാൽ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി. അതിനിടയിൽ ട്രെയിനും വന്നു. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 3 കൊച്ചു കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ കാർ ട്രെയിൻ വരുമ്പോൾ ട്രാക്കിലുണ്ടായിരുന്നു. എൻ്റെ അശ്രദ്ധ നിമിത്തം അവരെല്ലാവരും തൽക്ഷണം കൊല്ലപ്പെട്ടു. അതെൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വലിയ തെറ്റായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നോട് ഒരു ദയയും കാണിക്കില്ല. എനിക്കായി നരകം കാത്തിരിക്കുന്നു. വൈദികൻ തൻ്റെ കൈകളിലെ ജപമാലയിലേക്ക് നോക്കി. ശാന്തതയോടെ അച്ഛൻ ആ വൃദ്ധനോട് ചോദിച്ചു, ഇതെവിടെയാണ് സംഭവിച്ചത്? ആ മനുഷ്യൻ പോളണ്ടിലെ ഒരു പട്ടണത്തിൻ്റെ പേര് പറഞ്ഞു. പുരോഹിതൻ മുഖമുയർത്തി ആശുപത്രി റൂമിലെ ക്രൂശിത രൂപത്തെ നോക്കി പറഞ്ഞു, 25 വർഷം മുമ്പ് എൻ്റെ അമ്മയും അപ്പനും എൻ്റെ ഇളയ 3 സഹോദരങ്ങളെയും കൊണ്ട് ഒരു യാത്രയ്ക്ക് പോയി. അന്നെനിക്ക് അവരുടെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. അവർ താങ്കൾ പറഞ്ഞ പട്ടണത്തിലൂടെ കാർ ഓടിക്കുമ്പോൾ റെയിൽവേ ട്രാക്കിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. ആ രാത്രിയിൽ എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും എനിക്ക് നഷ്ടപ്പെട്ടു. അടുത്ത വാക്കുകൾ രോഗിയായ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാണ് കൊച്ചച്ഛൻ പറഞ്ഞത്. എൻ്റെ സഹോദര, ദൈവം താങ്കളോട് ക്ഷമിക്കുന്നു. ദൈവം മാത്രമല്ല, ഞാനും താങ്കളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം തനിക്കുണ്ടെന്ന് മനുഷ്യൻ ആ അവസരത്തിൽ തിരിച്ചറിഞ്ഞു. അയാൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കളുടെ കുമ്പസാരം കേൾക്കാനും കുർബാന നൽകാനും എന്നെ അനുവദിക്കുമോ? നിറമിഴികളോടെ സമ്മതം മൂളിയ ആ വൃദ്ധനെ വൈദികൻ കുമ്പസാരിപ്പിക്കുകയും വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് ആ രോഗി മരിച്ചു. ദൈവകരുണ വിജയം വരിച്ചു. കഥ ഇവിടെ തീരുന്നില്ല. രോഗിക്ക് വിശുദ്ധ കുർബാന നൽകിയ ശേഷം കൊച്ചച്ഛൻ തന്നെ റൂമിലേക്ക് പറഞ്ഞുവിട്ട കന്യാസ്ത്രീയെ അവിടെയെല്ലാം അന്വേഷിച്ചു. പക്ഷേ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആശുപത്രി അധികൃതരോട് കന്യാസ്ത്രീയെപ്പറ്റി ചോദിച്ചപ്പോൾ, ഞങ്ങൾ ഈ ആശുപത്രിയിൽ കന്യാസ്ത്രീകളെ ജോലിക്കായി നിയമിക്കുന്നില്ല എന്നായിരുന്നു മറുപടി. വർഷങ്ങൾ കന്യാസ്ത്രീയെ തിരഞ്ഞെങ്കിലും ആ വൈദികൻ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരിക്കൽ അദ്ദേഹം വിശുദ്ധ ഫൗസ്റ്റീന താമസിച്ചിരുന്ന വിൽനിയസ് പട്ടണത്തിലെത്തി. അവിടെയുള്ള കന്യാസ്ത്രീ മഠത്തിൽ കുർബാന അർപ്പിക്കാൻ പോയപ്പോൾ ചുവരിൽ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ചിത്രം കണ്ട്, ഈ സിസ്റ്ററിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും വർഷങ്ങളായി അവരെ അന്വേഷിച്ച് നടക്കുകയാണെന്നും പുരോഹിതൻ പറഞ്ഞു. അച്ഛൻ ആള് മാറിയതായിരിക്കും. ഇത് ഞങ്ങളുടെ സിസ്റ്റർ ഫൗസ്റ്റീനയാണ്. അവൾ 1938 ഈശോയുടെ സന്നിധിയിലേക്ക് പോയതാണ്, മദർ സുപ്പീരിയർ അച്ഛനോട് പറഞ്ഞു. ഇതിനിടയിൽ രോഗിയുടെ മുറിയിലേക്ക് പോകാൻ പറഞ്ഞതും ദൈവകരുണ കൊടുക്കാൻ തന്നെ ഉപകരണമാക്കിയതും
സിസ്റ്റർ ഫൗസ്റ്റീനയാണെന്ന് ആ കൊച്ചച്ഛൻ തിരിച്ചറിഞ്ഞിരുന്നു. ദൈവകാരുണ്യമെന്ന മഹാവിസ്മയത്തിനു മുമ്പിൽ നമ്രശിരസനാകാനേ ആ പുരോഹിതനാകുമായിരുന്നുള്ളൂ.